അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ അമ്മാ ബഅദ് റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ള സുഹൃത്തുക്കളെ, വിരലുകളിലെ നഖം മനുഷ്യന് ഒരു അലങ്കാരവും അത്യാവശ്യവുമാണ്. നഖങ്ങളുള്ളത് കൊണ്ടാണ് നമുക്ക് വളരെ കൃത്യമായി പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നത്. പല ജീവികൾക്കും നഖങ്ങളുണ്ട്. അവയ്ക്കെല്ലാം അതിൻ്റേതായ ധർമ്മങ്ങളും ഉണ്ട്. മനുഷ്യൻ്റെ കൈകളിലെ വിരലുകളിലെ നഖങ്ങളുടെ വളർച്ചയിലുമുണ്ട് ചില വ്യത്യാസങ്ങൾ. മനുഷ്യരിൽ വലതുകയ്യന്മാരും ഇടതുകയ്യന്മാരും ഉണ്ടല്ലോ. അവരിൽ വലതുകൈ കൊണ്ട് എഴുതുന്ന ആളുകളിൽ അവരിലെ വലതുകൈയിലെ നടുവിരലിലെ നഖമാണ് ആദ്യം വളരുക എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടതു കൈ കൊണ്ട് എഴുതുന്ന ആളുകളിൽ ഇടതുകൈയിലെ നടുവിരലിലെ നഖമാണ് വേഗത്തിൽ വളരുക എന്നും നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നഖങ്ങൾ വെട്ടി വൃത്തിയാക്കി സൂക്ഷിക്കണമെന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. 5 കാര്യങ്ങൾ പ്രകൃതിചര്യയായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കൂട്ടത്തിൽ നഖം വെട്ടുക എന്നുള്ളതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ നഖം വെട്ടുന്നതിനെ കുറിച്ചുള്ള ബോധവൽക്കരണം ആരോഗ്യ മാസികകളിലും പല പുസ്തകങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നഖങ്ങളുടെ ഇടയിൽ ഒട്ടനവധി അഴുക്കുകൾ പറ്റിപ്പിടിക്കാറുണ്ട്. ആരോഗ്യബോധമുള്ള ചിലരെങ്കിലും ഈ നഖങ്ങൾ നീട്ടി വളർത്തുന്നതും നമുക്ക് കാണാൻ കഴിയും. 31 അടി നീളത്തിൽ നഖം വളർത്തിയ ഒരാളുടെ ഇടതുകൈയുടെ സ്വാധീനം അടുത്ത കാലത്ത് നഷ്ടപ്പെടുകയുണ്ടായി. 66 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം നഖം മുറിച്ച് മാറ്റിയത്. അധ്യാപകന്റെ നഖം ഒടിച്ചതിന് അദ്ദേഹം ശാസിച്ചതാണ് ഈ മനുഷ്യൻ നഖം വളർത്താൻ കാരണമായത്. 1952 ശേഷം അദ്ദേഹം നഖം വെട്ടിയിട്ടില്ല. അങ്ങനെ 31 അടി നീളം വരുന്ന ഈ നഖം അദ്ദേഹം മുറിച്ച് മാറ്റുകയും ന്യൂയോർക്കിലെ ഒരു മ്യൂസിയത്തിൽ അത് സൂക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. 2018 ഒക്ടോബറിലെ മലയാള മനോരമ സൺഡേ സപ്ലിമെന്റിൽ വന്ന ഒരു വാർത്ത ഈ വിഷയവുമായി ബന്ധിപ്പിക്കാമെന്ന് തോന്നുന്നു. സംഭവം ഇങ്ങനെ: 53-ാമത്തെ വയസ്സിൽ ശ്രീ തോമസ് മാത്യു എന്ന് പറയുന്ന ആള് MBBS കരസ്ഥമാക്കി ഡോക്ടർ തോമസ് മാത്യു ആയി. തമിഴ്നാട്ടിലെ ഒരു ആദിവാസി കോളനിയിൽ സൗജന്യ സേവനം ചെയ്യാൻ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചതനുസരിച്ച് അദ്ദേഹത്തെ അതിന് നിയോഗിച്ചു. ആ ഗ്രാമത്തിൽ കുട്ടികളിൽ ഭീകരമായ വിധത്തിൽ വിളർച്ച അനുഭവപ്പെടുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. പല അയേൺ ഗുളികകൾ കൊടുത്തതുകൊണ്ടൊന്നും ഫലം ചെയ്തില്ല. ഈ വിളർച്ചയ്ക്ക് കാരണം വിരശല്യമാണെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ ആദ്യത്തെ ചികിത്സ തുടങ്ങിയത് കുട്ടികളുടെ നഖം വെട്ടുക എന്ന പരിപാടിയാണ്. തുടർന്ന് വിസർജന മര്യാദകളും പഠിപ്പിച്ചു. രോഗം ഭേദമാകുന്നു. പക്ഷെ ഈ പറഞ്ഞ കാര്യം, നഖം വെട്ടുക എന്ന് പറയുന്ന കാര്യത്തിന് ഒരു മതത്തിൻ്റെ പരിവേഷം ചാർത്തിയാൽ, അല്ലെങ്കിൽ നബിവചനത്തിൻ്റെ പിന്തുണ നൽകിയാൽ അത് ഒരു ഭീകരവാദമായി ചിലപ്പോൾ ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട്. ഏതായിരുന്നാലും ഇതിലെ ഗുണപാഠം നഖം വെട്ടുക, നഖം വൃത്തിയാക്കുക എന്നുള്ളതാണ്. പല ആരോഗ്യ മാസികകളിലും
നഖം വെട്ടി വൃത്തിയാക്കുന്നതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ചുരുക്കത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പന കൂടി ഈ നഖം വെട്ടുക എന്നുള്ള ഈ കാര്യത്തിൽ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം.